ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മെയ് 17th 2025. എൻ്റെ കിച്ചുട്ടന് 4 വയസ്സ് തികയാണ്. ആക്ച്വലി ഈയൊരു എല്ലാ അമ്മമാർക്കും ഒരുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ബോൺ എന്ന് പറയുമ്പോൾ ആ ഒരു ദിവസം നമുക്ക് മറക്കാൻ പറ്റില്ല. ഇപ്രാവശ്യം ഞാൻ ജോലി റിസൈൻ ചെയ്ത് മറ്റേ ജോബ് ജോയിൻ ചെയ്യുന്നതിൻ്റെ ആ ഒരു ടൈം പീരീഡ് ആയതുകൊണ്ട് ഞാൻ വീട്ടിലുള്ളതുകൊണ്ട് ഞാൻ അവന് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി അവൻ്റെ സ്കൂളിൽ നഴ്സറിയിൽ പോകുന്നുണ്ട്. അപ്പോൾ നഴ്സറിയിൽ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊരു താങ്ക്സ് ഗിവിങ് ഗിഫ്റ്റുകളും കാര്യങ്ങളും പിന്നെ ഒരു ചെറിയ കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ, അതായത് കുറേ നാളുകളായിട്ട് ഒരു 2 മാസമൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ പലതും ഞാൻ പർച്ചേസ് ചെയ്ത് 3 പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അവൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഒരു തീം കണ്ടുപിടിച്ച്, അവന് ഇഷ്ടപ്പെട്ടുന്ന ഒരു തീം കണ്ടുപിടിച്ച് അങ്ങനെ അതിന് പറ്റുന്ന സാധനങ്ങൾ ഒരുമിച്ചല്ല, അപ്പോൾ പല സമയങ്ങളായിട്ട് വാങ്ങി വയ്ക്കുകയാണ് ചെയ്തത്. കിച്ചുൻ്റെ നഴ്സറിയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗുലാബ് ജാമുൻ ഉണ്ടാക്കി. ഓൾമോസ്റ്റ് 25 പിള്ളേരാണ് നിലവിൽ ഇന്ന് അവിടെ ഉണ്ടാവാമെന്ന് പറഞ്ഞത്. അപ്പം ഞാനൊരു 1 day ബിഫോർ അതിന് പറ്റുന്ന മാതിരി ഗുലാബ് ജാമുൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി. പിന്നെ അത് കൂടാണ്ട് ഒരു പെൻസില്, അതുപോലെ ഒരു റേസർ, പിന്നെ ഒരു എറേസർ, പിന്നെ ഒരു 2 ചോക്ലേറ്റ്, അത്രയാണുള്ളൂ. ഇത്രയും ഒരു ഭംഗിയുള്ളൊരു കവർ ഞാൻ ഹോൾസെയിലിൽ നിന്നൊരു റെഡ് കളർ കവർ ഹോൾസെയിലായിട്ട് വാങ്ങിയിട്ട് കസ്റ്റമൈസ് ചെയ്ത ഒരു സ്റ്റിക്കർ, താങ്ക്സ് ഗിവിങ്ങിൻ്റെ ഒരു സ്റ്റിക്കറും അത് തെമ്മൂലിൽ നിന്ന് ചെയ്തതാണ്. കിച്ചുവിന് ഞാൻ ഒരു കൺസ്ട്രക്ഷൻ തീമാണ് ഞാൻ കിച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ സ്കൂളിലാണെങ്കിലും നഴ്സറിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും കേക്ക് കട്ടിങ് ചെയ്യുമ്പോൾ ആ ഒരു തീമിൽ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ഒരു ബാനറൊക്കെ തെമ്മൂന്ന് ഞാൻ കസ്റ്റമൈസ് ചെയ്ത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, കൺസ്ട്രക്ഷൻ തീമിൻ്റെ JCBയുടെ ഫോട്ടോ ഒക്കെ ആയിട്ട്. പിന്നെ അവനൊരു ഡ്രസ്സ് ഞാനിതുപോലെ തന്നെ ഒരു ബനിയൻ, അവൻ്റെ പേര് ജാൻവിക് എന്ന് പ്രിൻ്റ് ചെയ്തൊരു ബ്ലാക്ക് ബനിയൻ, അതും ഞാൻ കസ്റ്റമൈസ് ചെയ്തത്. തെമ്മു ഭയങ്കര ഫീസിബിളാണ്, പക്ഷെ അതിന് ക്വാളിറ്റി അത്രയൊക്കെ തന്നെയുള്ളൂ. അതിപ്പോൾ മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ എത്രത്തോളം നിൽക്കുന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഒരു ക്യാപ്പ്, JCB വരുന്നൊരു ക്യാപ്പ്, പിന്നെ ഒരു വാച്ച്, അത് ബ്ലാക്ക് വാച്ച്, വലിയൊരു വാച്ചായിപ്പോയി, കണ്ടപ്പോൾ ചെറുതാന്ന് തോന്നിയിട്ടാണ് വാങ്ങിയത്. ഇതൊക്കെ അവൻ്റെ നഴ്സറിയിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടി ഞാൻ വാങ്ങിയ ഐറ്റംസാണ്. ഫോട്ടോസൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യാൻ പിന്നെ ആളിപ്പം മിടുക്കനാണ്. പിന്നെ ഞങ്ങളൊരു മാംഗോ കേക്ക് വാങ്ങി നഴ്സറിയിൽ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അവൻ്റെ ടീച്ചേഴ്സൊക്കെ അവിടെ എല്ലാം ബലൂൺസൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ ബാനർ മാത്രം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ ആണ് ഞങ്ങൾ കേക്ക് കട്ടിങ് സ്കൂളിൽ നഴ്സറിയിൽ പ്ലാൻ ചെയ്തത്. അവൻ നല്ലോണം എൻജോയ് ചെയ്തു. ഇനി വീട്ടിൽ ചെറിയൊരു കേക്ക് കട്ടിങ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നാളെ 18th ഈവനിങ്. അതിൻ്റെ പിക്സും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ആണ് കിച്ചുവിൻ്റെ ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വിശേഷങ്ങൾ. ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് നഴ്സറിയിലെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് വാക്കിങ്ങിനൊക്കെ ഇറങ്ങിയായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം ഞങ്ങൾ എൻജോയ് ചെയ്തു, ഞാനും കിച്ചുട്ടനും കൂടിയിട്ട്.